കഴിഞ്ഞ തവണ വന്ന് ഡ്യുവറ്റ് ഒക്കെ തകർത്തു പോയില്ലേ? മെലഡി എങ്ങനെ ഉണ്ടായി? കുഴപ്പമില്ല, ചെറിയൊരു പേടി പോലെ വന്നപ്പോ. അതറിയില്ല, എന്താ അറിയില്ല, ഇവിടെ വരുമ്പോ മാത്രം ചെറിയൊരു പ്രശ്നം. ശിവാനിക്ക് പേടി ഇല്ല എന്നുള്ളത് ഞങ്ങൾ ഡ്യുവറ്റ് പെർഫോമൻസിലെ ഞങ്ങൾ അങ്ങ് മാറ്റി. ഇനി ഇവിടെ പേടി പറഞ്ഞു വരണ്ട. ചോദിക്കാം. ആരോടാ ചോദിക്കട്ടെ ആദ്യം? മഞ്ജരി ചേച്ചി. മഞ്ജരി ചേച്ചി. ചക്കരക്കുട്ടി ചേച്ചി ആസലായി പാടി. താങ്ക് യു ചേച്ചി. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണിത്. എന്താ പിക്ചറൈസേഷൻ, എന്താ സിനിമ, ആഹാ, ഒരു ബ്യൂട്ടിഫുൾ മൂവി. ആ മൂവിയിൽ അഭിനയിച്ചിരിക്കുന്നത് 3 പേരാണ്. അപ്പോൾ എന്ത് ഭംഗിയായിട്ടാണ് ഈ പാട്ടിൻ്റെ സീക്വൻസിൽ തന്നെ ഇവർ 3 പേരും അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ പാട്ട്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയൂ, ആരൊക്കെയാണ്? മ്യൂസിക് ഇളയരാജ സാറാണ്, ലിറിക്സ് ബിച്ചു തിരുമല സാർ, സിനിമ എൻ്റെ സൂര്യപുത്രിക്ക്, പാടിയത് യേശുദാസ് സാറും പി സുശീലാമ്മയും KS ചിത്ര അമ്മയും. അപ്പോൾ അത് പല വേർഷൻസ് ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. ഇതില് മോൾ അസലായിട്ട് പാടിയിട്ട്. എനിക്ക് ആ ഇൻട്രൊഡക്ഷൻ മോൾ പാടിയത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേൾക്കാൻ. ഒന്നും ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ഇല്ലാണ്ട് വോയിസ് മാത്രം വന്നപ്പോഴും നല്ല സ്റ്റഡി ആയിരുന്നു വോയിസ്. നല്ല ഭംഗിയായി പാടി, എനിക്ക് ഇഷ്ടമായി പാടിയത്. ഇതില് ചില ഭാഗങ്ങൾ മാത്രം നമ്മൾ കേട്ട് നമുക്ക് ആ പാട്ട് അത്രയും നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് അതും കൂടി ഒന്ന് കൃത്യമായിരുന്നെങ്കിൽ എന്ന് തോന്നും. അതായത് മോളിപ്പോ ആ ഓസിലേഷൻ ഇല്ലേ, അത് കൃത്യമായിട്ട് വരണം. അതിൻ്റെ ഒരു ബ്യൂട്ടി അതാണ്. എസ്പെഷ്യലി ഈ ഭാഗങ്ങളൊക്കെ സുശീലാമ്മയുടെ വോയിസിൽ കേൾക്കുമ്പോൾ നമുക്ക് വേറെ തന്നെ എന്തോ ഒരു അമ്മ ഒരു മകളോട് പാടുന്നതിൻ്റെ ഒരു അങ്ങേയറ്റം എക്സ്ട്രീംസ് ആണ് ശരിക്കും. ആ സുശീലാമ്മയുടെ വോയിസിൽ ഇത്ര മനോഹരമായ പാട്ടുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു താരാട്ടിൻ്റെ ഒരു സുഖം തോന്നും നമുക്കതിൽ. ചേച്ചി ഒന്ന് പാടൂ ചേച്ചി. പാടും രാഗം താനം പല്ലവി സാധകം മറന്നതിൽ തേടും മുഖം നീലാംബരി. എനിക്ക് ഇങ്ങനെ ആ പല്ലവി എന്നൊക്കെ പാടുമ്പോൾ സുശീലാമ്മയുടെ അതിൽ നമ്മൾ അതിലേക്ക് അങ്ങ് അലിഞ്ഞു ചേരുകയാണ്. ഇതേപോലെ തന്നെ ചില പാട്ടുകൾ ആ ഭാഷയില്ലേ അമ്മ കൈകാര്യം ചെയ്യുന്ന ഓ മനത്തിങ്കൾ പക്ഷേ നീലത്താമര കുളത്തിലെ തിങ്കൾ പക്ഷി പെറ്റൊരു പാതിരാമുത്തിനു പേരെന്ത്. അതൊക്കെ ശരിക്കും ആ എന്തോ ഒരു മാധുര്യമാണ് അതിൽ. അത് പാട്ടുപാടി ഉറക്കാം ഞാൻ, അതൊക്കെ അമ്മയുടെ സുശീലമ്മ, വി ലവ് യു അമ്മ. ഓക്കെ, എന്തൊരു ബ്യൂട്ടിഫുൾ വോയിസ് ആണ്. എത്ര പാട്ടുകള്. ഇപ്പൊ രാജാ സാറിന്റെ തന്നെ മുത്തുമണിമാല, ആ പാട്ടൊക്കെ എന്ത് അസാധ്യമാണ്. അമ്മ പാടുമ്പോൾ കേൾക്കുമ്പോൾ നമ്മൾ വേറെ തന്നെ ഒരു ഫീലിലേക്ക് പോകും. മോളെ താങ്ക് യു ഫോർ ദ സെലക്ഷൻ കേട്ടോ, അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട്. അപ്പം ഈ പാട്ട് സത്യത്തിൽ ഏത് സിംഗർ പാടിയാലും സുശീലാമ്മയുടെ ആ പോർഷൻ വരുമ്പോൾ ഉണ്ടല്ലോ, അതൊരു വികാരമാണ്. അതാര് പാടുമ്പോഴും നമ്മൾ പെട്ടെന്ന് നമ്മുടെ അവരെ ഉച്ചരിക്കുന്ന രീതി കൂടി ഉണ്ട്. ആ മലയാളം അവർ ഉച്ചരിക്കുന്ന ഒരു സ്വീറ്റ്നെസ് ഉണ്ട്, അത് വേറെ തന്നെ ഒരു ലെവലാണ്. പിന്നെ മോള് ഇറ്റ് വാസ് നൈസ്. നമുക്ക് ഒരിക്കലും ഒരു കുട്ടി പാടുമ്പോഴത് നമുക്ക് ഒറിജിനലായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. അത് ആ ഒരു വേറെ തന്നെ ഒരു ജനറേഷനാണ്, അത് ഒറിജിനൽ സിംഗിങ് ആണ്. അപ്പോൾ പക്ഷെ മോൾ ആ ഒരു പെർഫെക്ഷനിലേക്ക് എത്താൻ ശ്രമിക്കണം. ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ. ഇതിനെപ്പറ്റി ഈ കോമ്പോസിഷൻ നമ്മളൊന്നും ചിന്തിക്കാത്ത തലത്തിലാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത് അദ്ദേഹം. അത് മോളാൽ കഴിയുന്ന രീതിയിൽ പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ആരും പെർഫെക്റ്റ് അല്ല ഈ കാലത്തിൽ. മോള് നന്നായി പാടി. താങ്ക് യു. നല്ലോണം പഠിച്ചിട്ടുണ്ട് പാട്ട്, അത് നന്നായി പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. വോയിസിന് ഒരു ക്ലാരിറ്റി ഉണ്ട്, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. മോളുടെ വോയിസ് സ്റ്റഡിയാണ്, ആ വോയിസിലൊരു ക്ലാരിറ്റി ഉണ്ട്. പിന്നെ ചെറിയ ഇതിനകത്തുള്ള ചില ഫീൽ കാര്യങ്ങളല്ലേ, ഈ പറഞ്ഞ ഓസിലേഷനും അതിൻ്റെ ഒരു ഒഴുക്കും ആ ഒരു ഈണത്തിലേക്ക് നമ്മളൊന്ന് ഇഴുകിച്ചേരണം. അത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അത് ഇറ്റ് വിൽ കം, അത് പ്രാക്ടീസ് ചെയ്യും തോറും അത് വരും. ഇതിപ്പം നിങ്ങൾ ഈ ഒരു ഘട്ടമായതല്ലേ ഉള്ളൂ, ഇനിയും ഒരുപാട് പാടാനുണ്ട്. മറ്റൊന്നും എനിക്കിതിൽ പറയാനില്ല. നല്ലൊരു അറ്റംപ്റ്റ് തന്നെയായിരുന്നു. ഒരു പഞ്ചസാര ഉമ്മ. താങ്ക് യു. താങ്ക് യു ചേച്ചി. ശരത് സർ. ശിവാനി സാർ, ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു പാട്ട് നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു സാർ. എന്നും നിന്നെ അത് പാടിക്കേ, ആ ഗ്ലൈഡ് പാടിക്കേ. ഇന്ന്
അതെത്താൻ പാടി അവിടെ കൊണ്ട് വിടണ്ട, ആ കൗഡ് സപ്പോർട്ട് ചെയ്യത്തില്ല. അത് ഇവിടുന്ന് വരണം കേട്ടോ, നമ്മുടെ തലച്ചോറിൽ നല്ല വരണ്ട പാടുമ്പോൾ നമ്മൾ ഹാർട്ടിൽ നിന്ന് പാടണം. അപ്പം ചില പാളിച്ചകളുണ്ടെങ്കിലും അതിനൊരു ലൈഫ് ഉണ്ടാകും, ഒരു സുഖം ഉണ്ടാകും. ഇതൊക്കെയാലും നല്ലൊരു പാട്ട് നന്നായിട്ട് തന്നെ പാടി. ഇതൊക്കെ താങ്ക് യു സർ. ശ്രദ്ധിച്ചോളുക, അപ്പം നമുക്ക് കുറേയും കൂടെ അങ്ങോട്ട് കലക്കാം. അടിച്ച് പൊളിക്കണ്ടേ? പൊളിക്കണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക. ശിവാനി സർ. നന്നായിട്ട് പാടി. താങ്ക് യു സർ. അപ്പം ഇതന്നെ ഇവർ പറഞ്ഞ പോലെ തന്നെ ഒരു ഉഗ്രൻ സോങ് സെലക്ഷൻ, അതിന് ഹാറ്റ്സ് ഓഫ്, അതിന് 100-ൽ 100 മാർക്ക്. പിന്നെ ഈ ഒരു സോങ് എന്ന് പറയുന്നത് ഹൈലി ഡൈനാമിക്സ് ഓറിയൻറ്റഡ് ആണ്. കുറേ ഡൈനാമിക്സ്, ഇപ്പം ഈ നീറി നെഞ്ചകം എല്ലാവരും കോമൺ ആയിട്ടാണ് എഴുതിയത്. അതിന് കൊടുക്കുന്ന ഗ്ലൈഡ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഇടയ്ക്കൊന്ന് പിടിച്ച് വിടുന്നു, അങ്ങനെ ആണ് അതിൻ്റെ ഡൈനാമിക്സ് ഒക്കെ പോയിട്ടുള്ളത്. അപ്പം ബേസിക്കലി നമ്മൾ ഒരു സോങ്ങിനോടുള്ള അപ്രോച്ച് ആംഗിൾ ഒന്ന് മാറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം സുശീലാമ്മ ആണെങ്കിലും ചിത്ര ചേച്ചി ആണെങ്കിലും ദാസർ ആണെങ്കിലും ഇതിന് കൊടുത്തിരിക്കുന്നത് വേറൊരു തരം ഒരു ലൈഫാണ് കൊടുത്തേക്കണം ഈ പാട്ടിന്. അപ്പം നമ്മൾ അതിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളത്, ടെക്നിക്കലി അപ്രോച്ച് ചെയ്യാതിരിക്കുക, അത്രേ ഉള്ളൂ. എല്ലാത്തിലും ഈ ടെക്നിക്കൽ അപ്രോച്ച്, ആ നോട്ട് ഹിറ്റ് ചെയ്യുക എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ സോങ്ങിനുള്ള ലൈഫ് നമ്മൾ ഒപ്പിയെടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. ബാക്കി നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട് കേട്ടോ. ടെൻഷൻ ഉണ്ടായിരുന്നോ? കുറച്ച്. എന്തിനാ ഈ കുറച്ച് ടെൻഷൻ കൊണ്ടുവരുന്നേ? കുറെ ടെൻഷൻ കൊണ്ടുവരണ്ടേ? അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഓക്കെ, മാർക്ക്. മഞ്ജരി ചേച്ചി. മോളൂസേ, ശിവാനി ഈ പെർഫോമൻസിന് 8 മാർക്സ്. താങ്ക് യു. താങ്ക് യു ചേച്ചി. ശരത് സർ. ശിവാനി സർ. 7.9. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക. ഓക്കെ, സോ ടോട്ടൽ 15.9.